വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നവംബർ 2025 1 തൊട്ട് 10 വരെയുള്ള ദിവസത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നവംബർ 1 2025 നവംബറിൽ വിക്ഷേപണത്തിനൊരുക്കിയ സൈനിക ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുമായ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ജിസാറ്റ് 7R ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിനർഹനായത് KG ശങ്കരപിള്ള. ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ സമീർ സക്സേന. 2 പതിറ്റാണ്ട് നീണ്ട കരിയറിനൊടുവിൽ ടെന്നീസിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബോപ്പണ്ണ. 2025 നവംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ അംഗമായ മന്ത്രിസഭ തെലങ്കാന. കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2025 നവംബർ 1. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിച്ച സ്വയം സഹായ സംഘം സുശക്തി. നവംബർ 2 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായത് അരുണ റോയ്. 2025 വനിതാ ലോകകപ്പ് കിരീട ജേതാവ് ഇന്ത്യ. പ്രിയംവദ ജയകുമാർ രചിച്ച ഡോക്ടർ MS സ്വാമിനാഥന്റെ ജീവചരിത്ര ഗ്രന്ഥം ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ. സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നവംബർ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ആദ്യ രാമായണ മ്യൂസിയം സ്ഥാപിതമായി മധുര, അയോധ്യ. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ദീപ്തി ശർമ്മ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രിക ഇനിയ പ്രകൃതി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരുടെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി. മികച്ച നടൻ മമ്മൂട്ടി ഭ്രമയുഗത്തിന്. മികച്ച നടി ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക്. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ജനപ്രിയ സിനിമ പ്രേമലു. മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ഗായകൻ KS ഹരിശങ്കർ ARM. മികച്ച ഗാനരചയിതാവ് പേടൻ ഗാനം കുതന്ത്രം. പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി. നവംബർ 4 പൂർവി, പ്രേംചന്ദ് പ്രഹാർ എന്നീ 3 സൈനിക അഭ്യാസം നടക്കുന്നത് അരുണാചൽ പ്രദേശ്. ദേശീയ തേനീച്ച വളർത്തൽ തേൻ മിഷൻ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സംഘടന നാഷണൽ ബീ ബോർഡ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയ് ഗാർഗ്.
സ്റ്റാർട്ടപ്പായ ഇന്നോഡോട്സ് ഇന്നോവേഷനിലൂടെ ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി വികസിപ്പിച്ച AI എക്സോസ്കെൽട്ടൺ എക്സോബോണിക്. പട്ടികജാതി വിവാഹക്കാരുടെ വീട് പണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി സേഫ്. 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരം ലക്നൗ. ഇന്റർഗ്രേറ്റഡ് സൊഹ്റ സർക്യൂട്ട് വികസന പദ്ധതി ഏത് കേന്ദ്ര പദ്ധതിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? PM ഡിവൈൻ സ്കീം. കിഫ്ബിയുടെ പങ്കാളിത്തത്തോടെ സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ച സംസ്ഥാനം? MD വൈൻ സ്കീം, കേരളം. നവംബർ 5 അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ കടബാധ്യത കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 35 ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ? സൊഹ്റാൻ മംതാനി. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് പ്ലെയർ ഓഫ് മാച്ചായി തിരഞ്ഞെടുത്തത് ഷഹാലി വർമ്മ. ഗോവയിൽ നടക്കുന്ന 11ാമത് ഫിഡെ ചെസ് ലോകകപ്പ് ടൂർണമെന്റിലെ ഏക വനിതാ പ്രാതിനിധ്യം? ദിവ്യ ദേശ്മുഖ്. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം? ലൗറ വോൾവാർഡിറ്റ്, സൗത്ത് ആഫ്രിക്കയിൽ. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന? ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ന്യൂറോടോക്സിൽ സംബന്ധിച്ച ആശങ്കകൾ കാരണം സൈക്കാഡ് പ്ലാന്റിനെക്കുറിച്ച് ഗവേഷണം ആരംഭിച്ച സംസ്ഥാനം? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്, ഭുവനേശ്വർ. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല? പാലക്കാട്. നവംബർ 6 ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താഡ്സ് ഗോത്രഭാഷ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്? വാസുദേവൻ ചീക്കലൂർ. 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ-ഓപ്പറേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത്? ദക്ഷിണ കൊറിയ. ഹരിദ്വാറിലും ഉജ്ജയിനിലും പ്രയാഗ് രാജിനുമെല്ലാം നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായി നടക്കുന്ന ചരിത്രത്തിലാദ്യമായി കേരളത്തിലും കുംഭമേളയ്ക്ക് വേദിയാകാൻ പോകുന്നത്? തിരുനാവായ. 2025 നവംബറിൽ കൽമേഘി ചുഴലിക്കാറ്റ് വൻനാശം വിതച്ച രാജ്യങ്ങൾ? ഫിലിപ്പീൻസ്, വിയറ്റ്നാം. അമേരിക്കൻ വൈദ്യുത വിവാഹ നിർമ്മാതാക്കളായ ടെസ ഇന്ത്യയിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നിയമിച്ച പുതിയ മേധാവി? ശരത് അഗർവാൾ. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കോഴിക്കോട്. 2025 നവംബറിൽ ലോക സമാധാനത്തിനായി പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ സംഘടന? ഫിഫ. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിന്റെ എത്രാം വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 150. നവംബർ 7 ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് KJ യേശുദാസ്. 2025 നവംബറിൽ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയ്.
ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതി വാതക നിക്ഷേപം കണ്ടെത്തിയത്? ശ്രീ വിജയപുരം. സംസ്ഥാന സാമൂഹിക വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയത്? ഷീല PK മേദിനി. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ? പ്രദീപ് തലാബ്, N ജയൻ. 2025 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം? ബീഹാർ. സാമൂഹിക പരിഷ്കർത്താവായ PV രാമസ്വാമി നായ്ക്കറുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയ കേരളത്തിലെ പ്രദേശം? അരുക്കുറ്റി, ആലപ്പുഴ. നവംബർ 8 ലോക ഉറുദു ദിനം. നവംബർ 9 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞനും ജീവന്റെ രഹസ്യമായ DNA തന്മാത്രയുടെ ചുറ്റുഗോവണിയുടെ മാതൃകയിലുള്ള ഇരട്ടപ്പിരിയാൻ ഘടന കണ്ടെത്തിയതുമായ വ്യക്തി? ജെയിംസ് വാട്സൺ. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതി? സ്റ്റാർസ്. ദേശീയ നിയമ സേവന ദിനം. നവംബർ 9. കര, നാവിക, വ്യോമസേനകളെ ഏകോപിപ്പിച്ച് സംയുക്ത സേന കമാൻഡിങ്ങിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്? ആക്കുളം, തിരുവനന്തപുരം. 67ാമത് മാക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന? എഡ്യൂക്കേറ്റ് ഗേൾസ് ഇന്ത്യ. ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല എന്ന് പ്രസ്താവിച്ച കോടതി? മദ്രാസ് ഹൈക്കോടതി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ എത്ര ജില്ലാ ഭരണകൂടത്തിനുള്ള 2015 പുരസ്കാരം ലഭിച്ചത്? മലപ്പുറം. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ ജില്ലാ ഭരണകൂടത്തിനുള്ള 2025 പുരസ്കാരം ലഭിച്ചത്? മലപ്പുറം. നവംബർ 9 2025 നവംബറിൽ ഉഷ്ണമേഖലാ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രസീലിന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച ആഗോള സഹായനിധിയിൽ ഇന്ത്യ അംഗമായി പദ്ധതി? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോർ എവർ ഫെസിലിറ്റി. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്തിനം? ആദ്യ. 2025 നവംബറിൽ മരണപ്പെട്ട മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തി? രഘുചന്ദ്രപാൽ. ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറിയത്? സൊമാലിയ. മിനുറ്റ്മാൻ 3 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? US. റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പദ്ധതി? ഓപ്പറേഷൻ രക്ഷിത. അന്തരിച്ച പോപ്പ് ഇതിഹാസം മൈക്കൽ ജാക്സന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചലച്ചിത്രം? മൈക്കൽ. നവംബർ 10 ലോക ശാസ്ത്ര ദിനം. നവംബർ 10 2025 നവംബറിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം? ഡെൻമാർക്ക്. സലീം അലിയുടെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന വയനാട് പക്ഷിമേളക്ക് പേര് നൽകിയിരിക്കുന്നത്? ഹെക്കി ബണക്.
ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ധാരണാപത്രം ഒപ്പുവെച്ചത്. അങ്കോള. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെന്നൈ. രണ്ടായിരത്തി 2025 ബുക്കർ പ്രൈസ് ജേതാവ് ഡേവിഡ് സാലായ് ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കിയ പദ്ധതി നെയിം നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ്